ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനും എൻ്റെ കസിനായ അഖിലും കൂടി നിങ്ങൾക്കായി ഇന്ന് റിവ്യൂ ചെയ്യുന്നത് R4 റാബിറ്റിൻ്റെ കാർ സീറ്റാണ് നിങ്ങൾക്കായി റിവ്യൂ ചെയ്യേണ്ടത്. കുട്ടികളുള്ള എല്ലാവരും തീർച്ചയായും കാറിൽ ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ R4 റാബിറ്റിൻ്റെ കാർ സീറ്റ്. അപ്പോൾ ഞാൻ പല കാർ സീറ്റുകൾ നമ്മൾ ഫസ്റ്റ് കൈ പോയി ചെക്ക് ചെയ്തിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അല്ലെ കുട്ടിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയത് R4 റാബിറ്റിൻ്റെ കാർ സീറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, ഞങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന പ്രോഡക്റ്റുകൾ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുള്ളൂ. ഇന്ന് ഈ R4 റാബിറ്റിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. എൻ്റെ സുഹൃത്തുക്കൾ ഇത് ഉപയോഗിക്കുന്നത്, ഈ കാർ സീറ്റ് ഉപയോഗിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, കുട്ടികൾ ഇതിനകത്ത് ഇരിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കാറുകളിൽ ഉപയോഗിക്കേണ്ട ഒരു കാർ സീറ്റ് തന്നെയാണിത്. ഇതിന് ഏകദേശം ഞാൻ വാങ്ങിച്ചപ്പോൾ 7000 രൂപയായി. അപ്പോൾ അതിനകത്ത് ഇപ്പം ഞാൻ ഫസ്റ്റ് ക്രൈ അല്ലെങ്കിൽ അതണക്കുള്ള ഷോപ്പുകളിൽ പോയാണ് മേടിച്ചത്. ഫസ്റ്റ് ക്രൈ എന്നാണ് തോന്നുന്നു മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനാണെങ്കിലും വാങ്ങിക്കാം. അതിനകത്ത് റേറ്റ് കുറവാണെങ്കിൽ നിങ്ങൾ ഓൺലൈനിലാണെങ്കിലും നിങ്ങൾക്ക് മേടിക്കാൻ കഴിയുന്നതായിരിക്കും. പക്ഷേ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രയോജനം എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ ആലപ്പുഴയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ 2-3 ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ വൈഫിൻ്റെ അമ്മയോ അല്ലെ എൻ്റെ അച്ഛനോ അമ്മയോ ഒക്കെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അല്ലാതെ സംഭവം ഞാനും വൈഫും മാത്രമാണെങ്കിൽ ഇവരൊരു 3 മണിക്കൂർ 4 മണിക്കൂർ കുട്ടിയെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാർ സീറ്റ് ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ രാത്രിയിലൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്. കുട്ടി വളരെ പെട്ടെന്ന് തന്നെ ഉറങ്ങുകയും അപ്പോൾ നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് തന്നെ ഒരു ഉറങ്ങുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാക്കിയ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം തന്നെ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആദ്യം കയറി അങ്ങോട്ട് ഇരുന്നിട്ട് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് കരയാൻ ശ്രമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സീറ്റ് ബെൽറ്റൊക്കെ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അവർ നന്നായിട്ട് ഉറങ്ങി നമുക്കൊരു 3 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വളരെ സ്ലോയിലൊക്കെ പോയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത്. പിന്നീട് എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അത് ഫസ്റ്റ് കൈയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്, കാറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ സീറ്റ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് മാറ്റി സെറ്റ് ചെയ്യാൻ പോകണം. റൈറ്റ് ഹാൻഡ് സൈഡിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പം നമ്മളിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം. എന്തായാലും നമ്മുടെ കാർ ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റാണ് ഈ R4 റാബിറ്റിൻ്റെ ഈ കാർ സീറ്റ്. അപ്പോൾ ഞാൻ കുറേയധികം ബ്രാൻഡുകൾ സെലക്ട് ചെയ്തു. അപ്പോൾ കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന R4 റാബിറ്റാണ്. അപ്പോൾ ഞാൻ കുട്ടിയെ കൊണ്ടുപോയതിന് ശേഷം നമ്മളവിടെ പല കാർ സീറ്റുകളിൽ വെച്ച് ഇരുത്തി നോക്കി. അപ്പോൾ അതിനകത്തിലെ കുട്ടിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നി, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീറ്റ് ഇതാണ്. അപ്പോൾ ഞങ്ങളിതൊന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം. Like a Hellcat.
അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചാൽ ഇതിന് അടിയിലൊരു നോബുണ്ട്. ആ നോബ് നമ്മൾ മേളിലോട്ട് പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് മുന്നോട്ടും പോകുന്നത്. നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ കണ്ടോ, ഇത് നമ്മളിപ്പോൾ പൊസിഷൻ നമുക്ക് സിറ്റിംഗ് പൊസിഷനൊക്കെ അല്ലെങ്കിൽ സെമി സ്ലീപ്പർ പൊസിഷനിലേക്കൊക്കെ നമുക്കിത് മാറ്റാൻ പറ്റും. അതിനുള്ള നോബ് നമ്മുടെ ബാക്ക് സൈഡിലാണുള്ളത്. സീറ്റ് ബെൽറ്റിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഇത് 2 പാർട്ടായിട്ടാണിത്. ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് കയറ്റിയിടും. അപ്പം കുഞ്ഞുങ്ങളുടെ കൈ ഇതുവഴിയും കാല് ഇതുവഴി ഇടാം. എന്നിട്ട് ഇതിൽ വലിച്ചാൽ ഇത് ടൈറ്റ് ആവും. ആ പ്രസ് ബട്ടനെ നമ്മൾ പ്രസ് ചെയ്യണം. അതിന് ശേഷമാണെങ്കിൽ നമ്മൾ ഇതിൽ വെടിച്ച് വലിച്ചാൽ നമുക്കിത് ലൂസാവും. അതാണ് കാരണം ടൈറ്റ് ആവുന്ന കുട്ടിയൊക്കെ ഇരുത്തിയതിന് ശേഷം ആ കാണുന്ന അതിൽ പിടിച്ച് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ടൈറ്റ് ആവും. അതായത് കുട്ടി ഇപ്പം ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് കുട്ടി ഉറങ്ങുമ്പോഴാണ് നമ്മൾ ഈ ബെൽറ്റ് ഇട്ടിട്ട് നമ്മളത് ടൈറ്റ് ചെയ്യുന്നത്. അപ്പം ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി ഒരു ഗ്യാപ്പ് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു കൈ ഇങ്ങനെ പിടിച്ചാൽ വിടുന്ന ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അത് നമുക്ക് ചെയ്യാൻ. ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്യരുത്. അതിനുശേഷം നമ്മളിത് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. റിമൂവ് ചെയ്യാൻ നമ്മൾ താഴോട്ട് വലിക്കുന്നു. ഓക്കെ, പിന്നെ അതിനെ താഴോട്ട് ലോക്ക് താഴോട്ട് അമർത്തി കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് വരുന്നതായിരിക്കും. താഴോട്ട് അമർത്തുക. ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കുട്ടികളെ ഇപ്പോൾ കുട്ടിയെ ആദ്യം ഇരിക്കത്തില്ല, അപ്പോൾ നമ്മൾ ഉറങ്ങി കഴിയുമ്പോഴാണ് പലപ്പോഴും സീറ്റ് ബെൽറ്റ് ഇടുന്നത്. എന്നാലും തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരും തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ സീറ്റ് ബെൽറ്റ്. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. മറ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ കാർ സീറ്റ് എന്ന് പറയുന്ന സംവിധാനം വളരെ സ്ട്രിക്റ്റാണ്. കാറിൽ ഉണ്ടായിരിക്കണം. അത് ആ നിയമത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അത് നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. നമുക്ക് വിദേശത്തെല്ലാം ഇങ്ങനെ തന്നെയാണ്. വിദേശത്തെല്ലാം ഇങ്ങനെ തന്നെയാണ്. കാരണം ഈ ഒരു ബോർഡില്ലാതെ കുട്ടിയെ കൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടും. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഒന്നുമില്ല. ബാക്കി എല്ലാ രാജ്യങ്ങളിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ബോർഡ് തീർച്ചയായിട്ടും ആവശ്യമാണ്, ബേബി ഓൺ ബോർഡ്. അപ്പോൾ അത് പറയുന്ന പുറകെ വരുന്ന വാഹനങ്ങൾ അത്രത്തോളം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ അവർക്കൊരു അലർട്ട് ഉണ്ടാവും ഇതിനകത്ത് കുട്ടിയുണ്ടെന്ന്. ഇതില്ലെങ്കിൽ പോലും നിയമം ഫൈൻ അടിക്കുമെന്നാണ് പറയുന്നത്. അവർക്ക് നല്ല ഫൈൻ കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം നമുക്ക് അറിയത്തില്ല, ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയായാലും ബാക്കി വരുന്ന വണ്ടിയായാലും നമ്മുടെ വണ്ടിയെ തട്ടിക്കഴിഞ്ഞാൽ ഒരു ഷേക്ക് ഉണ്ടാവും. ഇതിനുള്ളിൽ കുഞ്ഞിനെ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സേഫാണ്. കാർസീറ്റിന്റെ ഒരു പ്രയോജനം കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനേക്കാളും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് കാർ സീറ്റ് എന്നുള്ളത്. കാർ സീറ്റ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ കാർ സീറ്റ് മേടിക്കണോ, നമ്മുടെ കുട്ടിയുടെ സേഫ്റ്റിയാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കുട്ടികൾ ഇപ്പോൾ കാർ സീറ്റ് വാങ്ങണോ വേണ്ടോ എന്നൊക്കെ കൺഫ്യൂഷനുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. എനിക്കൊന്ന് 3 ഗ്രൂപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ കാർ സീറ്റിനകത്ത്. 3 ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പം വെയിറ്റിനനുസരിച്ചുണ്ട്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറയുന്ന വെയിറ്റിനനുസരിച്ച് 0 to 10 കിലോ 10 കിലോ വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ മുമ്പേ കണ്ട പോലെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിന് ഏജ് ലിമിറ്റ് അതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ അതിൻ്റെ മെനു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ കുട്ടിക്ക് ഇപ്പോൾ വെയിറ്റിനനുസരിച്ച് നമുക്ക് അതിൻ്റെ സീറ്റിൻ്റെ ആ പൊസിഷൻ തന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം അങ്ങനെ കുട്ടികളുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സീറ്റ് ക്രമീകരിക്കാൻ പറ്റും. അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ കുട്ടികൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടൊരു കാറിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്ര സേഫ്റ്റി ആയിരിക്കത്തില്ല, കാരണം ഒലയും. പക്ഷേ ഇതങ്ങനല്ല, ഫുൾ കവർ ചെയ്ത് നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബ്രാൻഡുകളുടെ കാർ സീറ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരു 3000 രൂപ തൊട്ട് 4000 രൂപ തൊട്ടുള്ള കാർ സീറ്റുകൾ അവൈലബിൾ ആണ്. 1 to 4 ഏജ് അല്ലെങ്കിൽ ഗ്രൂപ്പ് 0, ഗ്രൂപ്പ് 1 അങ്ങനെ പല കാറ്റഗറി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കും. ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല R4 റാബിറ്റ് യൂസ് ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഉള്ളതിൽ എൻ്റെ ഫ്രണ്ട്സ് ബാക്കിയുള്ള ആളുകൾ അത്യാവശ്യം നല്ല റിവ്യൂസ് ഉള്ള R4 റാബിറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ R4 റാബിറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഇത് വാങ്ങണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനുള്ള ആളുകൾ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ പോവുക, അല്ലെങ്കിൽ ആമസോണിൽ പോവുക, ഫ്ലിപ്കാർട്ടിൽ പോവുക, ഓർഡർ ചെയ്യുക. തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാമെന്നുള്ളതാണ് പറയാനുള്ളത്. ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനമാണെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ. താങ്ക് യു അഖിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.